സുഹൃത്തുക്കളെ, നമ്മെ വിട്ടുപിരിഞ്ഞ നടൻ മാമുക്കോയെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി അവതരിപ്പിക്കുന്നത് കെ രാഗേഷ് ബാബു. ഒടുവിൽ പ്രിയ നടൻ മാമുക്കോയയും യാത്രയായി. കാലിഫോർണിയയിലേക്ക് ചരക്ക് കയറ്റാൻ പോയ ഒരു ദുബായ് കടപ്പുറം വഴി തിരിച്ചുവിട്ടതുപോലെ ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത യാത്ര. കല്ലായിക്കടവത്തെ മരമില്ലുകളിലെ ജോലിക്കാരനിൽ നിന്നും കോഴിക്കോട്ടെ അറിയപ്പെടുന്ന നാടക നടൻ മാമു തൊണ്ടിക്കോടിലേക്കും അവിടെ നിന്ന് മലയാള സിനിമ നെഞ്ചേറ്റിയ പ്രിയ താരം മാമുക്കോയയിലേക്കും അദ്ദേഹം നടന്നു തീർത്ത ദൂരം ദീർഘമായിരുന്നു. കോഴിക്കോടിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ വളർന്ന മാമുക്കോയ നാടകങ്ങളിലും സംഗീത സദസ്സുകളിലും അതീവ തൽപരനായത് സ്വാഭാവികം മാത്രം. സ്കൂൾ പഠനകാലത്ത് തന്നെ നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി. ജീവിത പ്രാരാബ്ദങ്ങൾ മൂലം പഠനം നിർത്തിയപ്പോഴും നാടകത്തെ മാമു കൈവിട്ടില്ല. നാടകത്തിൽ അഭിനയിക്കാൻ ജോലി സമയത്തിൽ ഇളവ് നൽകിയ മരമില്ലിൻ്റെ ഉടമയായിരിക്കണം മാമുക്കോയുടെ കലാജീവിതത്തിന് പ്രോത്സാഹനം നൽകിയ ആദ്യത്തെ വ്യക്തി. KT കുഞ്ഞു സംവിധാനം ചെയ്ത നാടകങ്ങളിലൂടെയാണ് മാമു കലാരംഗത്ത് അറിയപ്പെട്ടു തുടങ്ങിയത്. വാസു പ്രദീപ്, ജയപ്രകാശ് കൂളൂർ തുടങ്ങിയവരുടെ നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയതോടെ അദ്ദേഹം മാമു തൊണ്ടിക്കോട് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. നാടകരചയിതാവും സംവിധായകനുമായ നിലമ്പൂർ ബാലനായിരുന്നു അദ്ദേഹത്തെ സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. അധികമാരും കണ്ടിട്ടില്ലാത്ത അന്യരുടെ ഭൂമിയായിരുന്നു ആ ചിത്രം. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു ചിത്രത്തിനു വേണ്ടി 5 വർഷങ്ങൾ അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു. പക്ഷേ സുറുമിയിട്ട കണ്ണുകൾ എന്ന ആ ചിത്രത്തിന് ശേഷവും അദ്ദേഹം തിരക്കുള്ള നടനായില്ല. നിങ്ങൾ സബൂറാക്കി ഒക്കെ സലാമത്താവും. ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അദ്ദേഹം ചലച്ചിത്ര പ്രേമികൾക്കിടയിൽ അറിയപ്പെട്ടു തുടങ്ങി. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ തിരുവനന്തപുരത്ത് വിമാനമൊന്നുമില്ലല്ലോ. ആയിരക്കണക്കിന് ആളുകൾ തോണിയിലും നീന്തിയിട്ടും മഞ്ചിയിലും ഒക്കെ തന്നെയാണ് ഗൾഫിലെത്തിയത്. എന്നാൽ അദ്ദേഹത്തിന്റെ സ്ഥാനം മലയാള സിനിമയിൽ ഉറപ്പിച്ചു നിർത്തിയത് നാടോടിക്കാറ്റിലെ ഗഫൂർ എന്ന കഥാപാത്രമാണ്. ദാസനെയും വിജയനെയും കബളിപ്പിച്ചവനായിട്ടും ആ കഥാപാത്രത്തെ നമ്മൾ ഏറെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പോഴത്തെ പണിക്കാര് ആരാന്ന് ചോദിച്ചാൽ ഗഫൂർ കാ ദോസ്ത് എന്ന് പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ നമ്മളേറ്റ്. പിന്നീട് അങ്ങോട്ട് മാമുക്കോയയുടെ സുവർണകാലമായിരുന്നു. മഴവിൽക്കാവടി, വടക്കുനോക്കിയ യന്ത്രം, കൺകെട്ട്, സന്ദേശം, മന്ത്രമോചനം തുടങ്ങി ധാരാളം ചിത്രങ്ങൾ തുടർച്ചയായി വന്നു. ഒരു വർഷം 30 ചിത്രങ്ങളിൽ വരെ അഭിനയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ സംഭവിച്ച തന്നെ തേടിയെത്തിയ എല്ലാ കഥാപാത്രങ്ങളെയും അനായാസമായ അഭിനയ ശൈലി കൊണ്ടും കോഴിക്കോടൻ ഭാഷയുടെ ചേലുകൊണ്ടും അദ്ദേഹം പൊതിഞ്ഞു പിടിച്ചു. നിങ്ങളല്ല, വേറൊരു തുറപ്പുണ്ട്. വടക്കുനോക്കിയ യന്ത്രത്തിലെ 1-2 സീനുകളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രത്തെ പോലും അദ്ദേഹം അവിസ്മരണീയമാക്കി. ഒന്ന് പുഞ്ചിരിക്കൂ, സ്മൈൽ സ്മൈൽ. എന്നെ നോക്കൂ, ഇത് കിട്ടണം. സന്ദേശത്തിലെ KG പൊതുവാളിനെയും കുഞ്ഞുരാമായണത്തിലെ വെൽഡൻ വാസുവിനെയും അവതരിപ്പിക്കുന്ന അതേ അനായാസതയോടെയാണ് ഇന്ത്യൻ റുപ്പിയിലെ മായനിക്കിയെയും കുരുതിയിലെ മൂസ ഖാദറിനെയും പോലെയുള്ള മുരടൻ കഥാപാത്രങ്ങളെയും മാമുക്കോയ കൈകാര്യം ചെയ്തത്. നിങ്ങൾക്ക് ഇപ്പോഴും ലോകം തിരിഞ്ഞിട്ടില്ല. എടോ, അങ്ങനെ പലരും ഉണ്ടാവും. വഴി പറഞ്ഞവരുണ്ടാവും, ഓട്ടോറിക്ഷ കയറ്റി ഇങ്ങോട്ടുണ്ടെന്ന ഡ്രൈവർ ഉണ്ടാവും. മൂത്രം ധരിച്ച മന്ദലോർക്കൊക്കെ പൈസ കൊടുക്കാം. എന്താ പ്രശ്നം? ഇവര് രണ്ടും തന്നെ അത്തപ്പാടികളി. ഇവർക്ക് 2 അസിസ്റ്റൻസ്, ഓർക്കും കൊടുക്കണ ഓരോ കമ്മീഷൻ, ഓരോ ഹലാക്കും കൊണ്ട് വന്നോളൂ. അതെ, അവനാണ് ഇതെന്നാൻ തൗടില്ലാത്ത ഒരു പയ്യനെ പോറ്റരുത് കേട്ടാ എന്നോടും. ചിരിപ്പിക്കുവാൻ മാത്രമല്ല, പ്രേക്ഷകന്റെ കണ്ണുകളെ ഈറനണിയിക്കുവാനും തനിക്ക് സാധിക്കുമെന്ന് മാമുക്കോയ തെളിയിച്ച ചിത്രമാണ് പെരുമഴക്കാലം.
ആ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറിയുടെ പ്രത്യേക പരാമർശവും ആ കഥാപാത്രം നേടി. മരിപ്പ് മനുഷ്യനുള്ളതാണ്, പക്ഷെങ്കിൽ ഇത് ആഹാരത്തിലും കൂടി പഠിച്ചും കൊടുക്കാത്തൊരു ദുർമരണം. ഇഞ്ച കുട്ടിക്ക് ഇങ്ങനൊരു വിധി വേണ്ടിയിരുന്നു റബ്ബേ. മലപ്പുറത്തെ കാളികാവിൽ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോഴാണ് മാമോക്കോയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. വൈകാതെ തന്നെ സംഘാടകർ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 2 ദിവസങ്ങൾക്ക് ശേഷം എന്നേക്കുമായി ആ കണ്ണുകൾ അടഞ്ഞു. ഒരു സൂപ്പർ താരത്തിന് പോലും നൽകാത്ത ആദരവോടെയാണ് കലാകേരളം മാമുക്കോയെ യാത്രയാക്കിയത്. ഇനിയില്ല ഇതുപോലൊരാൾ. മുൻപല്ലുകൾ കാണിച്ചുകൊണ്ടുള്ള ചിരിയും ആ കോഴിക്കോടൻ ഭാഷയും ഇനി ഓർമ്മകളിൽ മാത്രം. പെരുമഴക്കാലം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു വേനൽ പകലിൽ ഒരു നാടോടിക്കാറ്റ് പോലെ മാമുക്കോയ കടന്നുപോയി. പിരിയുന്നുവോ ഒഴിയുന്നുവോ അകലൻ